നമസ്കാരം, കലാകൗമുദി ഓൺലൈനിലേക്ക് സ്വാഗതം. പ്രമാദമായ ഭാസ്കര കാർണവർ വധക്കേസിലെ പ്രതി ഷെറിനെ ശിക്ഷാ കാലാവധി ഇളവ് ചെയ്ത് ജയിലിന് പുറത്തെത്തിക്കാൻ സർക്കാർ തീരുമാനിച്ചിരിക്കുകയാണ്. CPM മുൻ MLA മാരായ KK ലതികയും KV സലീഖയും ഉൾപ്പെടുന്ന ജയിൽ ഉപദേശ സമിതിയാണ് ഈ ശുപാർശ സർക്കാരിന് സമർപ്പിച്ചത്. ഇരട്ട ജീവപര്യന്തമാണ് ഷെറിന് ഈ കേസിൽ ലഭിച്ചത്. തൻ്റെ ഭർത്താവിൻ്റെ അച്ഛനായ ഭാസ്കര കാർണവരെ 2009 നവംബർ 9 കൊന്നു എന്നുള്ള കുറ്റത്തിനാണ് ഷെറിനെയും അവരുടെ കാമുകൻ ബാസിത്ത് അലിയെയും അയാളുടെ 2 കൂട്ടാളികളെയും ജീവപര്യന്തം തടവിന് കോടതി ശിക്ഷിച്ചത്. ഇതിൽ ഷെറിന് ഇരട്ട ജീവപര്യന്തവും ബാസിത്ത് അലിക്കും കൂട്ടാളികൾക്കും 3 ജീവപര്യന്തവുമാണ് കോടതി വിധിച്ചത്. എന്നാൽ ഒരു ജീവപര്യന്തത്തിൻ്റെ കാലാവധിയായ 14 വർഷം കഴിയുന്നതിന് മുന്നേ എന്നുവെച്ചാൽ 13 വർഷവും 9 മാസവും കഴിയുമ്പോൾ തന്നെ ഷെറിനെ ജയിലിൽ നിന്നും പുറത്തുവിടാൻ സർക്കാർ തീരുമാനിച്ചിരിക്കുകയാണ്. ഇതിന് പിന്നിൽ പ്രേരക ശക്തിയായത് ഇടതുമുന്നണിയിലെ ഒരു പ്രമുഖ ഘടകകക്ഷിയുടെ നേതാവാണ് എന്നുള്ള ആരോപണമാണ് ഇപ്പോൾ പൊതുവെ ഉയർന്നിരിക്കുന്നത്. ആ ഘടകകക്ഷി നേതാവ് ഗതാഗത മന്ത്രിയായ KB ഗണേഷ് കുമാർ ആണെന്നാണ് കോൺഗ്രസിൻ്റെ നേതാവ് KPCC ജനറൽ സെക്രട്ടറി ജ്യോതികുമാർ ചാമക്കാല ഇന്നലെ മനോരമയുടെ ചാനലിൽ കൗണ്ടർ പോയിന്റിൽ പറഞ്ഞത്. ഈ ജ്യോതികുമാർ ചാമക്കാല കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ KB ഗണേഷ് കുമാറിന് എതിരെ പത്തനാപുരത്ത് മത്സരിച്ച ആളാണ്. ഏതായാലും നിരവധി തവണ പരോൾ കിട്ടിയ ഒരു തടവുകാരിയാണ് ഷെറിൻ. പലപ്പോഴും ഷെറിനെതിരെ മറ്റ് പല പരാതികളും ജയിൽ ഉദ്യോഗസ്ഥരുടെ ഭാഗത്തു നിന്നുണ്ടായിരുന്നു. പറഞ്ഞാൽ കേൾക്കുന്നില്ല, പണിയെടുക്കുന്നില്ല, അനുസരിക്കുന്നില്ല, വളരെ മോശമായി മറ്റുള്ളവർ പെരുമാറുന്നു എന്നുള്ള പരാതികളൊക്കെ ഉണ്ടായിരിക്കുകയും അതിൻ ഫലമെന്നോണം പലതവണ ഇവരെ ജയിൽ മാറ്റുകയും ചെയ്തു. പൂജപ്പുരയിൽ നിന്നും വിയ്യൂരിലേക്കും അവിടുന്ന് കണ്ണൂരിലേക്കും ഒക്കെ ഇവരെ ജയിൽ മാറ്റുകയും ചെയ്തു. എന്നിട്ടും നല്ല നടപ്പിൻ്റെ പേരിലാണ് ഇവർക്ക് ഇപ്പോൾ ജയിൽ മോചനം സാധ്യമായിരിക്കുന്നതെന്നാണ് എല്ലാവരെയും അത്ഭുതപ്പെടുത്തുന്നത്. അതിന് പിന്നിൽ കളിച്ചത് അല്ലെങ്കിൽ അതിന് പിന്നിലെ പ്രേരക ശക്തി എന്ന് പറയുന്നത് KV ഗണേഷ് കുമാർ എന്നാണെന്നാണ് KPCC ജനറൽ സെക്രട്ടറി ജ്യോതികുമാർ ചാമക്കാലയുടെ ആരോപണം. CPM ഇക്കാര്യത്തിൽ ഇത്ര വ്യഗ്രത എടുക്കാൻ അല്ലെങ്കിൽ ഇത്ര താല്പര്യമെടുക്കാൻ CPM നേതാക്കളായ KV സലീഖയും KK ലതികയും ഒക്കെ ഇക്കാര്യത്തിൽ താല്പര്യമെടുക്കാൻ കാരണം KV ഗണേഷ് കുമാറിൻ്റെ സമ്മർദ്ദമാണെന്നാണ് ജ്യോതികുമാർ ചാമക്കാല മനോരമ ചാനലിൽ പറഞ്ഞത്. ഏതായാലും ഇത് ഇപ്പോൾ വലിയൊരു വിവാദമായി മാറിയിരിക്കുകയാണ്. ഷെറിനെ പുറത്തുവിടുന്നതിനെതിരെ പലതരത്തിലുള്ള അഭിപ്രായ പ്രകടനങ്ങൾ വന്നു കഴിഞ്ഞു. അതുകൊണ്ട് തന്നെ സർക്കാരിന് ഇത് വലിയൊരു തലവേദനയായിരിക്കുകയും ചെയ്തു. KB ഗണേഷ് കുമാറിൻ്റെ മണ്ഡലമായ പത്തനാപുരത്ത് താമസിക്കുന്നയാളാണ് ഷെറിൻ. അല്ലെങ്കിൽ ഷെറിൻ്റെ കുടുംബാംഗങ്ങളെല്ലാം പത്തനാപുരത്താണ് താമസിക്കുന്നത്. KB ഗണേഷ് കുമാറിൻ്റെ മണ്ഡലത്തിലാണ് താമസിക്കുന്നത്. KB ഗണേഷ് കുമാറിൻ്റെ അടുത്ത അനുയായി PAയുമായ പ്രദീപ് കോട്ടാത്തലയാണത്രേ പലപ്പോഴും ഷെറിൻ പരോളിലേക്ക് ഇറങ്ങുമ്പോൾ അവരെ കൂട്ടിക്കൊണ്ടുവരുന്നതും പോലീസ് സ്റ്റേഷനിൽ ഒപ്പിടാൻ പോകുമ്പോൾ കൂടെ പോകുന്നതുമെല്ലാം ഈ KB ഗണേഷ് കുമാറിൻ്റെ PA പ്രദീപ് കോട്ടാത്തലയാണെന്നാണ് ഇന്നലെ ജ്യോതികുമാർ ചാമക്കാല മനോരമ ചാനലിൽ പറഞ്ഞത്. എന്നാൽ ഇതിനെക്കുറിച്ചൊന്നും പ്രതികരിക്കാൻ സർക്കാരോ അല്ലെങ്കിൽ ആഭ്യന്തര വകുപ്പോ ജയിൽ വകുപ്പോ അധികാരികളോ ഒന്നും തയ്യാറായിട്ടില്ല. എന്തുകൊണ്ട് ഇവർക്ക് ഇങ്ങനെ പരോൾ ലഭിച്ചു എന്നുള്ളത് ഇപ്പോഴും അജ്ഞാതമായി തുടരുന്നു. കാരണം 20 വർഷത്തിലേറെ ജയിലിൽ കിടക്കുന്ന സ്ത്രീകളടക്കമുള്ള ആൾക്കാർ വിവിധ ജയിലുകളുണ്ട്. ചിലയിടത്തൊക്കെ 30 വർഷം കഴിഞ്ഞ സ്ത്രീകൾ വരെ ഉണ്ടെന്നാണ് കണക്ക്. ഇവർക്കൊന്നും പരോൾ കൊടുക്കാതെ, ഇവരുടെ കാര്യങ്ങളൊന്നും ആലോചിക്കാതെ, ഇവരെക്കുറിച്ച് പോലും ചർച്ച ചെയ്യാതെ വെറും 13 വർഷവും 9 മാസവും കഴിഞ്ഞപ്പോൾ ഷെറിനെ എന്തുകൊണ്ട് ജയിലിൽ നിന്ന് വിട്ടു, അതിൻ്റെ പിന്നിൽ ആരൊക്കെയാണ് പ്രവർത്തിച്ചത് എന്നതിനെക്കുറിച്ചുള്ള ചില വാഗ്വാദങ്ങളും പ്രശ്നങ്ങളും ചർച്ചകളും ഇപ്പോൾ കൂടുതൽ രൂക്ഷമായിക്കൊണ്ടിരിക്കുകയാണ്. ഷെറിനെ ജയിലിലെ ഉന്നത ഉദ്യോഗസ്ഥരുമായിട്ടുള്ള ബന്ധത്തെക്കുറിച്ചും പല കഥകളും പല കാലത്തും വന്നിരുന്നു. ഇതാണ് ഇവർക്ക് അതുകൊണ്ട് നിർബാധം സഞ്ചരിക്കാനും പറഞ്ഞാൽ അനുസരിക്കാതിരിക്കാനും ഒക്കെ ഉള്ള കഴിവ് ഇവർക്ക് കിട്ടുന്നത് ജയിലുദ്യോഗസ്ഥരുമായുള്ള ഉന്നത ജയിലുദ്യോഗസ്ഥരുമായുള്ള അടുപ്പം കൊണ്ടാണെന്നൊക്കെയുള്ള കാര്യങ്ങൾ ഒരു കാലത്ത് മാധ്യമങ്ങളിലൂടെയൊക്കെ ഉയർന്നു വന്നിരുന്നെങ്കിലും ഇപ്പോൾ എന്തിനാണ് ഇവരെ ഇപ്പോൾ ജയിലിൽ നിന്ന് വിടുന്നത്? ഈ 14 വർഷ കാലാവധി കഴിയുന്നതിന് മുമ്പ് ഇവരെ എന്തിന് ജയിലിൽ നിന്ന് വിടുന്നു എന്ന് ചോദിക്കുമ്പോൾ ജ്യോതികുമാർ ചാമക്കാലയെ പോലുള്ള കോൺഗ്രസ് നേതാക്കൾ നൽകുന്ന ഉത്തരം KB ഗണേഷ് കുമാറിൻ്റെ താല്പര്യമാണ് ഇവരെ ജയിലിൽ നിന്ന് വിടാനെന്നാണ്. ഇവർ പത്തനാപുരം മണ്ഡലംകാരിയായത് മാത്രമാണോ KB ഗണേഷ് കുമാറിൻ്റെ താല്പര്യമെന്ന ചോദ്യം ഇതിനകത്ത് ഉയർന്നു വരുന്നുണ്ട്. ഏതായാലും സർക്കാരിന് ഇപ്പോൾ ഇതൊരു തലവേദനയായിരിക്കുകയാണ്. ഈ ഭാസ്കര കാർണവരുടെ കുടുംബാംഗങ്ങൾ പലരും
എന്ന് വെച്ചാൽ ഇവരുടെ ഭർത്താവായിരുന്ന ബിനു പീറ്റർ അടക്കമുള്ള ആളുകൾ അവരൊക്കെ ഇപ്പോൾ വിദേശത്താണ്. ആളുകൾ ഇതിനെതിരെ കോടതിയെയും മറ്റും സമീപിക്കാൻ ഒരുങ്ങുകയാണ്. ഏതായാലും ഈ ഷെറിൻ്റെ ശിക്ഷാ കാലാവധി ഇളവ് ചില്ലറ തലവേദനയല്ല സർക്കാരിനുണ്ടാക്കുന്നത് ഉള്ള കാര്യത്തിൽ തർക്കമില്ല.